ബിനീഷ് എന്താണ് വരാനൊരു കാരണമായിട്ട് ബിനീഷ് തോന്നുന്നത്? ഒന്നുമില്ല, മാഷ് വ്യക്തിപരമായിട്ട് ഒരു സന്ദർശനം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ടി കെ ഗോവിന്ദൻ മാഷ് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് എന്ത് രാഷ്ട്രീയം സംസാരിക്കാനാ? മാഷ് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് എന്താ രാഷ്ട്രീയം പറയേണ്ട കാര്യം എന്താണുള്ളത് എനിക്ക് മനസ്സിലാവില്ല. സ്വാഭാവികമായിട്ട് അതൊരു അങ്ങനെ വരാനൊരു തോന്നലുണ്ടാവുമല്ലോ. അത് അദ്ദേഹം വ്യക്തിപരമായിട്ട് ഇപ്പം അച്ഛനുമായിട്ട് എത്ര കാലം ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന ആളുകളാണ്. മരണം വരെ ഒരുമിച്ചുണ്ടായിരുന്ന അച്ഛനുമായിട്ട് അത്രയും ബന്ധം സൂക്ഷിച്ചിരുന്ന ആളല്ലേ. അപ്പം അദ്ദേഹം അങ്ങോട്ട് നിലപാടെടുത്തു എന്നുള്ളത് സത്യമാണ്. അതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാട് മാത്രമല്ല. രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടുകളെയും വ്യക്തിപരമായിട്ടുള്ള കാര്യം കൂട്ടിക്കൊടുക്കാൻ പാടില്ല. ഐഡിയോളജി ആയിട്ട് നിൽക്കണം, വ്യക്തിപരമായിട്ട് നിൽക്കണം. ആ സന്ദർശനം ബിനീഷ് എങ്ങനെയാണ് കാണുന്നത്? ഒരു സന്തോഷം ഉണ്ടാക്കി എങ്ങനെ മാഷ് വരുന്നതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. അല്ല, അത് എനിക്ക് സന്തോഷമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലല്ലോ. ഈ വീട്ടിൽ വരുവാൻ വേണ്ടിയിട്ട് അവർക്ക് തോന്നലുണ്ടാവുക എന്നുള്ളതാണല്ലോ. അത് കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയോട് അവർക്കുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ടാണല്ലോ. ഞാൻ അതിനെയാണല്ലോ ബഹുമാനിക്കേണ്ടത്. കഴിഞ്ഞ ദിവസം രമണി ചേച്ചി കോടിയേരിയുടെ ഇത് പറയുമ്പോഴേക്കും കരഞ്ഞു. അല്ല, അത് ഉണ്ടാവുന്നേ അച്ഛനുമായിട്ട് അത്രയും ബന്ധം. ഇപ്പം രമണി ചേച്ചി ഇന്നും വന്ന് പറഞ്ഞ കാര്യങ്ങൾ അതല്ല. അപ്പം അതുണ്ടാവും. അവർക്ക് കോടിയേരി എങ്ങനെയാണ് പാർട്ടി സഖാക്കളുടെ ഇടയിൽ, പാർട്ടി കുടുംബങ്ങളുടെ ഇടയിൽ എല്ലാം അടയാളപ്പെട്ടിരുന്നെന്ന് അറിയാമല്ലോ. അപ്പോൾ അത് അത്തരത്തിലുള്ള അതാണ്. ആ വ്യക്തിപരത മാത്രം ഇതിൽ കണ്ടാൽ മതി. ബിനീഷ് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് പിൻവലിക്കുകയാണ് പിന്നീട് ചെയ്തത്. ഇപ്പോൾ ഞാൻ കാണാൻ വരുന്ന പകുതി വഴിക്കുന്നത് അല്ല, അതെന്ന് വെച്ചാൽ ഞാൻ അത്തരത്തിൽ പങ്കുവെച്ച വാചകങ്ങളെ അത് എൻ്റെ വാചകമായിട്ടല്ല ഞാൻ അതിൽ പറഞ്ഞത്. അത് പാർട്ടി സഖാക്കളും കുടുംബാംഗങ്ങളും ഒക്കെ തന്നെ എന്നെ വിളിച്ച കാര്യങ്ങൾ പറഞ്ഞ വാചകമായിട്ടാണ് ഞാൻ അതിനെ പങ്കുവെച്ചത്. പക്ഷേ ഞാനത് പങ്കുവെച്ചപ്പോൾ അതിനെ മറ്റു തരത്തിലേക്കാണ് അതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. അപ്പം ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തന രീതി ഞാൻ മനസ്സിലാക്കുന്നത് എന്താ, ഞാൻ സാഹചര്യങ്ങളുടെ വൈകാരികതയിൽ പെട്ടുപോകരുത്. അപ്പം ഞാൻ ആ സാഹചര്യങ്ങളുടെ വൈകാരികതയിൽ പെട്ടുപോകരുതെന്ന് സ്വയമേവ തിരിച്ചറിഞ്ഞിട്ടാണ് ഞാൻ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നത്. പോസ്റ്റ് ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നു എന്നുള്ള രീതി അതെനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാനത് ഡിലീറ്റ് ചെയ്തത്. സ്വാഭാവികമായിട്ട് ഞാൻ എന്ന് പറയുന്ന ഒരു തോന്നലാണ് എന്ന് പറയുന്നത് അത്തരം കുറച്ച്. അതെ, ഞാനത് ഈ പറയുന്ന പോലെ തന്നെ അതിനെ ഞാൻ ഈ പറഞ്ഞു, നമ്മൾ ഉപയോഗിക്കുന്ന ടെർമിനോളജികൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ ഈ പറയുന്ന പോലെ വൈകാരികതയിലല്ലായിരുന്നു നിൽക്കുന്നത്. ആ വൈകാരികതയിൽ നിന്നുകൊണ്ട് അതിനെ വായിച്ചെടുക്കാൻ നോക്കുമ്പം എപ്പോഴും അത്തരത്തിൽ മാത്രമേ എല്ലാവർക്കും ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ചിന്തിക്കുന്നത്, ഞാനതിനെ സ്വയം വിമർശനപരമായിട്ട് ഏറ്റെടുക്കുന്നത്. ഇപ്പം എനിക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാനതിനെ തിരുത്തണം, ഞാൻ എന്നുള്ള തോന്നൽ എനിക്ക് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണല്ലോ ഞാൻ സ്വയമേവ ചിന്തിക്കേണ്ടത്. ഒരു പാർട്ടി കേഡർ എന്ന രീതിയിൽ വിമർശനവും സ്വയം വിമർശനവും ഏറ്റവും വലുത്. അതുണ്ടാവണം എന്നുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായി ഈ തോൽവി ഒരു വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണല്ലോ നമുക്കിതിൽ അതെല്ലാവർക്കും വിഷമം ഉണ്ടാവില്ലേ? അതിപ്പം പാർട്ടി സഖാക്കൾക്ക് വിഷമം ഉണ്ടാവില്ല എന്ന് പറയൽ അർത്ഥമുണ്ടോ? അവരത് വൈകാരികമായി പങ്കുവെക്കും, അവർ അഭിപ്രായ പ്രകടനങ്ങൾ തുറന്നെഴുതും. എല്ലാവർക്കും പാർട്ടി കമ്മിറ്റികളൊന്നും അഭിപ്രായം പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ അതിനൊക്കെയുള്ള ചർച്ചകൾ നടക്കും. ആ ചർച്ചകൾ പാർട്ടി നേതൃത്വം കാണും. ആ പാർട്ടി നേതൃത്വം അത്തരത്തിലുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ട് എങ്ങനെയാണ് നമ്മൾ തിരിച്ചു വരേണ്ടത്, എന്ത് മെഷീനറി ആണ് നമ്മളത് എടുക്കേണ്ടത്, എന്താണ് ഇനി മുന്നോട്ടുള്ള പരിപാടി എന്ന് താഴെ തട്ടിലുള്ള അനുഭാവികളായിട്ടുള്ള ആളുകൾ, പാർട്ടി മെമ്പറായിട്ടുള്ള ആളുകൾക്കൊക്കെ വിശദീകരിച്ചിരും. അതുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങൾ ഇതിൽ നിന്ന് തിരിച്ചു വരും. ഇപ്പോൾ പാർട്ടി നേതൃത്വം ഒരു അതിരൂക്ഷമായ വിമർശനം നടത്തിയ ഒരാളാണ് ടി കെ ഗോവിന്ദൻ മാഷ്. ആ മാഷാണ് അല്ല, അത് ഞാൻ എൻ്റെ അടുത്തോട്ട് വരുന്ന മാഷ് നടത്തിയ വിമർശനങ്ങൾ പാർട്ടിയുമായിട്ടുള്ളതാണ്. ആ പാർട്ടി അതിന് കൃത്യമായിട്ട് ആ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ മറുപടിയോടുകൂടി ചേർന്നാണ് നിൽക്കുന്നത്. ഞാൻ ആ മറുപടിക്ക് എതിരല്ല. ബിനീഷ് കോടിയേരിയും അതോടൊപ്പം തന്നെ ബിനീഷ് കോടിയേരിയും വിനോദിനി ബാലകൃഷ്ണനുമാണ് നമ്മുടെ ഈ സാഹചര്യങ്ങൾ വിശദീകരിച്ചത്. സ്വാഭാവികമായും അങ്ങേയറ്റത്തെ വൈകാരികമായ ഒരവസ്ഥയിലാണ് വിനോദിനി കോടിയേരി എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം KP രമണി എന്ന ടി കെ ഗോവിന്ദൻ്റെ ഭാര്യയ്ക്കും അതോടൊപ്പം തന്നെ ഈ കുടുംബത്തിനും, അല്ലെങ്കിൽ ടി കെ ഗോവിന്ദൻ ഉൾപ്പെടുന്നുള്ളവരുടെ കുടുംബത്തിനും എല്ലാം തന്നെ ഉള്ള അകമഴിഞ്ഞ ഒരു വൈകാരിക ബന്ധമുണ്ട്. ആ ബന്ധത്തിൻ്റെ ഭാഗമായാണ് അവരുടെ സന്ദർശനം നടത്തിയത്. ഇവിടെ എത്തിയ ടി കെ ഗോവിന്ദനും KP രമണിയും പുഷ്പാർച്ചന നടത്തി. കോടിയേരിയുടെ സ്തൂപത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് അവർ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് പോയത്. അവരാണ് ശരിയായ കമ്മ്യൂണിസ്റ്റുകാർ എന്നൊരു ബോധ്യം ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ട് എന്ന സൂചനകളോടുകൂടിയായിരുന്നു മടക്കം.